കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാരിയെ മർദ്ദിച്ച യുവാവ് അറസ്റ്റിൽ. മലപ്പുറം വഴിക്കടവ് സ്വദേശി മുഹമ്മദ് സാലിഹ് അബ്ദുള്ളയാണ് പിടിയിലായത്. 6-ാം വാർഡിലേക്ക് പോകാൻ കഴിയില്ല എന്ന് അറിയിച്ചതിന് ഇന്നലെ രാത്രിയാണ് ജീവനക്കാരിയെ മർദ്ദിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, എന്താണ് സംഭവം? എന്താണ് അറിയാനാകുന്നത്? അഭിജിത്ത്, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് അറിയാനാകുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മർദ്ദനത്തിലാണ് യുവാവ് അറസ്റ്റിലായിരിക്കുന്നത്. കോഴിക്കോട് മലപ്പുറം വഴിക്കടവ് സ്വദേശി മുഹമ്മദ് സാലിഹ് അബ്ദുള്ളയാണ് പിടിയിലായത്. 6-ാം വാർഡിലേക്ക് പോകാൻ കഴിയില്ല എന്ന് അറിയിച്ച സെക്യൂരിറ്റി ജീവനക്കാരിയെ ഇയാൾ മർദ്ദിക്കുകയായിരുന്നു. അഭിജിത്ത്, കേൾക്കാമെങ്കിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? സ്മൃതി, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഈ പ്രതിയുടെ ബന്ധു ഒരാൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് ഇയാളെ കാണുന്നതിനായാണ് ഈ രാത്രി 6-ാം വാർഡിന് സമീപത്തേക്ക് പ്രതി എത്തുന്നത്. പക്ഷേ ആ സമയത്ത് അതുവഴി പ്രവേശിക്കാൻ കഴിയില്ല എന്ന് സെക്യൂരിറ്റി ജീവനക്കാരിയായ തുഷാര പറയുന്നു. പക്ഷേ തനിക്ക് പോയേ പറ്റുള്ളൂ, തൻ്റെ കയ്യിൽ പാസ് ഉണ്ട് എന്ന് പ്രതി പറഞ്ഞു. പക്ഷേ സെക്യൂരിറ്റി ജീവനക്കാരി അതിന് സമ്മതിച്ചില്ല. അതിനുശേഷമാണ് അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നതും ഈ സെക്യൂരിറ്റി ജീവനക്കാരിയായ തുഷാരയെ ഇയാൾ മർദ്ദിക്കുകയും ചെയ്യുന്നത്. തുഷാരയുടെ കൈ പിടിച്ചു തിരിച്ചുവെന്നും പിടിച്ചു തള്ളിയെന്നും ഇവർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും അതിന് പിന്നാലെ തന്നെ പോലീസ് അവിടേക്ക് എത്തുകയും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.